ഞാനീ പറയാൻ പോകുന്നത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയേ. കാരണം നമ്മൾ ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന ചിലപ്പോൾ അച്ഛൻ മാത്രമായിരിക്കും അല്ലെങ്കിൽ അമ്മ മാത്രമായിരിക്കും, പക്ഷേ കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കും അല്ലേ. ചിലപ്പോൾ ഈ അച്ഛനും അമ്മയും വിദേശത്ത് തന്നെയായിരിക്കും, പക്ഷേ രണ്ട് സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും, ചിലപ്പം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. എന്തുവാണെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന അന്നേരം എന്തുവാ, പണ്ടൊക്കെയാണെങ്കിൽ ബൈബിൾ വായിക്കും, അല്ല ഹിന്ദുസാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ചൊല്ലുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്ന അന്നേരമേ നമ്മൾ നോർമലി ഫോണായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഫോൺ തുറന്ന് നോക്കുന്ന അന്നേരമേ വാട്സപ്പായിരിക്കുമല്ലോ നമ്മൾ യൂഷ്വലി നോക്കുന്നത്. ഫോൺ നോക്കുമ്പോൾ ആദ്യമേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറേ കുറ്റമായിരിക്കും ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ ആ ഒരു കേൾക്കുന്ന വാർത്ത നല്ലതല്ലല്ലോ. അത് നല്ലതല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കും അല്ലേ. ഇനി ജോലി സ്ഥലത്ത് ചെന്നാലോ അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പം ജോലി സ്ഥലത്തുള്ള ടെൻഷനും അതിൻ്റെ വർക്ക് പ്രഷറും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ അവർ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ് അല്ലേ. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. പ്രായമായ സമയത്ത് അവർ വിശ്രമിക്കേണ്ട സമയത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് വരുന്നത്. ഈ കുഞ്ഞുങ്ങളും എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നത്. അവരവരുടെ മാതാപിതാക്കളിൽ നിന്ന് വിട്ട് അവർക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും എല്ലാം ഫോണിൽ കൂടെ മാത്രമാണ്, ഈ ഒരു ചതുരത്തിനകത്ത് കൂടെ അവർക്കത് കിട്ടുന്നത്. അതല്ലാതെ അവരും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കുറ്റം നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ കൊണ്ട് ദൂരീകരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത് മാറ്റാമല്ലേ. എന്തോരം മരണസംഖ്യ ഇപ്പം ഈ 45-ന് താപ്പോട്ടാണ് മരണസംഖ്യ കൂടുതലിപ്പം. എന്തുകൊണ്ടാണ്? ഒന്ന് ഈ ഔട്ട്സൈഡ് ഫുഡും നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും, ചിലത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടും, പിന്നെ ഒരു 80% ഈ വർക്ക് പ്രഷറും പിന്നെ ഫാമിലി എന്നുള്ള പ്രഷറും തന്നെയാണ് റീസൺ.